ഹലോ നമസ്കാരം, വെൽക്കം ടു സീരിയസ് ഏക്കർ വ്ളോഗ്സ് വൺസ് അഗെയിൻ. കഴിഞ്ഞ തവണ ചെയ്ത അഡ്വഞ്ചർ പാർക്ക് വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ദിവസം അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് ഞങ്ങൾ വളരെ വൈകിയാണ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തത്. ടുറാങ്കി എന്ന സ്ഥലത്തുള്ള ടുറാങ്കി ബ്രിഡ്ജ് മോട്ടലിലാണ് ഞങ്ങൾ തങ്ങിയത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോട്ടലാണ്, വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള റൂംസുമാണ്. സാമാന്യം നല്ല വലിപ്പമുള്ള ഒരു ഹീറ്റഡ് ബെഡ്റൂം, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഷവർ, മൈക്രോവേവ്, കെറ്റിൽ, മിനി ഫ്രിഡ്ജ് എല്ലാം അടങ്ങിയ ഒരു പാൻട്രി, അങ്ങനെ എല്ലാ ബേസിക് സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. സമയം രാവിലെ 8 മണി കഴിഞ്ഞിരുന്നു. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് പാരഡൈസ് വാലി എന്നൊരു വൈൽഡ് ലൈഫ് പാർക്കും അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മരങ്ങളായ റെഡ്വുഡ്സിൻ്റെ ഒരു ഫോറസ്റ്റിലുമാണ്. ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പാരഡൈസ് വാലി വൈൽഡ് ലൈഫ് പാർക്കിലേക്ക് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഉച്ചയ്ക്ക് ഒരു 2 മണിയോടുകൂടി അവിടെ ലയൺ ഫീഡിംഗ് അല്ലെങ്കിൽ സിംഹത്തിന് തീറ്റ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. വളരെ മെച്ചപ്പെട്ട ഒരു വെതറായിരുന്നു അന്ന്. കഴിഞ്ഞ ദിവസത്തെ പോലെ മഴയില്ലായിരുന്നു, ഇളം വെയിലോടുകൂടിയുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രൈവിന് പറ്റിയൊരു വെതറായിരുന്നു അത്. ഹോട്ടലിൽ നിന്നിറങ്ങി ആദ്യം ഞങ്ങൾ പെട്രോൾ സ്റ്റേഷനിലേക്കാണ് പോയത്. ന്യൂസിലൻഡ് ഒരു ടൂറിസ്റ്റ് രാജ്യമായതുകൊണ്ടും പലരും റോഡ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്നതുകൊണ്ടും നിരവധി മേജർ കമ്പനികളായ ബ്രിട്ടീഷ് പെട്രോളിയം, കാൾടെക്സ്, ഷെൽ തുടങ്ങിയവയുടെ പെട്രോൾ പമ്പുകൾ രാജ്യത്തിലുടനീളം കാണാം. അങ്ങനെ ആദ്യം കണ്ട പെട്രോൾ സ്റ്റേഷനിൽ ഞങ്ങൾ നിർത്തി. പെട്രോൾ അടിച്ചതിന് ശേഷം പാരഡൈസ് വാലി ലക്ഷ്യമാക്കി ഞങ്ങളുടെ യാത്ര പിന്നെയും തുടർന്നു. ഏകദേശം 100 കിലോമീറ്ററോളം പിന്നിട്ട് ഞങ്ങൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ പാരഡൈസ് വാലിയിൽ എത്തിച്ചേർന്നു. പാർക്കിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവിടുത്തെ മേജർ അട്രാക്ഷനായ ലയൺ ഫീഡിങ്ങിൻ്റെ ബോർഡ് വെച്ചേക്കുന്നതായി കാണാൻ സാധിക്കും. പാർക്കിൽ പ്രവേശിക്കാനായി ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കാനായി ഞാൻ കൗണ്ടറിലേക്ക് നടന്നു. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു അന്ന് പാർക്കിൽ. ധാരാളം കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു. Have you guys been to the Lion Park before? No, first time. Very, very easy to navigate. You've got your lines to the left, the rest of the park is on your right. It's a 45 minutes to 1 hour loop track around the park. Would you like your receipt? No, it's okay, thanks. ടിക്കറ്റിനോടൊപ്പം തന്നെ പാർക്കിനുള്ളിലെ അനിമൽസിന് കൊടുക്കാൻ $5 കൊടുക്കുമ്പോൾ അനിമൽ ഫീഡ് ലഭ്യമാണ്. ഞങ്ങൾ അതും വാങ്ങി പാർക്കിനുള്ളിലേക്ക് പ്രവേശിച്ചു. പാർക്കിൽ കയറി ചെല്ലുമ്പോൾ തന്നെ അനിമൽസിനെ അല്ല, പകരം ന്യൂസിലൻഡിൻ്റെ നേറ്റീവ് കൾച്ചറിൽ ഉള്ള കുറച്ച് ഐറ്റംസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല ലൈറ്റ് ഗ്ലെയർ ആയതുകൊണ്ട് അതിൻ്റെ കൂടുതൽ വിഷ്വൽസ് എടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. കൂടുതൽ കാഴ്ചകൾ കാണുവാനായി പാർക്കിനുള്ളിലേക്ക് ഞങ്ങൾ വീണ്ടും നടന്നു. ഒരു വൻ മത്സ്യശേഖരമുള്ള പാർക്ക് കൂടിയാണിത് എന്ന് സ്റ്റാഫിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. ന്യൂസിലൻഡിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ട്രൗട്ട് എന്ന ഫ്രഷ് വാട്ടർ മത്സ്യത്തിൻ്റെ ശേഖരമായിരുന്നു അത്.
ആദ്യമായി ഞങ്ങളുടെ മുൻപിലുണ്ടായിരുന്നത് ഒരു ഏവിയറി ആയിരുന്നു. ആ കിളിക്കൂട്ടിലേക്ക് കയറിയ ഞങ്ങൾ ഒരു കിളിയെ പോലും കാണാൻ സാധിക്കാതെ നിരാശരായി വീണ്ടും മുന്നോട്ട് നീങ്ങി. ഒരു ടീസർ ട്രെയിലർ പോലെ ഇന്ന് ഞങ്ങൾ വൈകിട്ട് പോകാനിരിക്കുന്ന റെഡ്വുഡ് ഫോറസ്റ്റിൽ കാണാൻ പറ്റുന്ന ഒരു കൂറ്റൻ റെഡ്വുഡ് ട്രീ ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. തൊട്ടടുത്ത് തന്നെ ഒരു പന്നിക്കൂടിന് മുൻപിലെത്തി ഞങ്ങൾ. നല്ല തടിച്ചു കൊഴുത്ത് ഒരു ആൺപന്നിയും ഒരു പെൺപന്നിയും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു അതിനകത്ത്. കുട്ടിയുമായി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആൺപന്നി. പെൺപന്നി ആകട്ടെ പാർക്കിൽ വരുന്നവരുടെ കയ്യിൽ നിന്ന് ആഹാരം കിട്ടുമെന്ന പ്രതീക്ഷയോടെ കൂട്ടിനു ചുറ്റും നടന്നുകൊണ്ടിരുന്നു. പാർക്കിനുള്ളിലേക്ക് വീണ്ടും നടന്ന ഞങ്ങളെ വരവേറ്റത് വളരെ ബ്യൂട്ടിഫുള്ളായ അതിസുന്ദരികളായ മാൻപേടകളായിരുന്നു. അവരോടൊപ്പം തന്നെ ഒരേ കൂട്ടിൽ ധാരാളം ടർക്കി കോഴികളെയും കാണാൻ സാധിച്ചു. ഞങ്ങളുടെ കയ്യിലുള്ള അനിമൽ ഫീഡ് ആകാംക്ഷയോടെ നോക്കിയിരുന്ന ആ മാൻകുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തു. അവിടെ നിന്ന് പോകാൻ വളരെ മടിയായിരുന്നെങ്കിലും പാർക്കിലെ കൂടുതൽ കൗതുകമായ കാഴ്ചകൾ കാണാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും ഉള്ളിലേക്ക് നടന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു പാർക്കാണിത്, ഒരു വൈൽഡ് ലൈഫ് പാർക്ക്. ഇതിലിവിടെ ഹാംഫുൾ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളത് ലയൺ മാത്രമാണ്, അല്ലാതെ ബാക്കിയെല്ലാം ഹാംലെസ് അനിമൽസാണ്. വീണ്ടും മുന്നിലേക്ക് നടന്ന ഞങ്ങൾ ആടുവർഗത്തിൽപ്പെട്ട ഹിമാലയൻ ടാർ എന്ന ഇനത്തിൻ്റെ കൂടിന് മുന്നിലെത്തി. അതിനെ കാണാൻ കഴിഞ്ഞില്ല. വിശ്രമിക്കുകയായിരുന്നെന്ന് കരുതുന്നു. പലതരത്തിലും ഞാനതിനെ വിളിച്ചു നോക്കി, പക്ഷേ കൂട്ടിന് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ അത് കൂട്ടാക്കിയില്ല. ചെറിയൊരു നിരാശയോടെ ഞങ്ങൾ വീണ്ടും ഉള്ളിലേക്ക് നടന്നു. ഈ പച്ചപ്പിൻ്റെ തണലിൽ കൂടി നടക്കുമ്പോൾ വിവിധയിനം കിളികളെയും വ്യത്യസ്തമായ പല ചെടികളും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. വളരെ കൗതുകത്തോടെ ഞങ്ങൾ വീണ്ടും നടന്നു. സ്റ്റാഫ് പറഞ്ഞതുപോലെ ട്രൗട്ട് എന്ന മീനുകളുടെ കുളത്തിനടുത്ത് എത്തിയിരുന്നു ഞങ്ങളപ്പോൾ. ക്യാമറ ഞാൻ വെള്ളത്തിനുള്ളിലേക്കിട്ട് കുറച്ച് വിഷ്വൽസ് എടുക്കാനായി ശ്രമിച്ചു. ബ്രൗൺ ട്രൗട്ട്സ് എന്ന് പറയുന്ന ഫ്രഷ് വാട്ടർ മത്സ്യങ്ങളുടെ ഇനത്തിൽപ്പെടുന്നവയാണിവ. ന്യൂസിലൻഡിലുടനീളം ധാരാളമായി കാണപ്പെടുന്ന ഒരു ഇനമാണിത്.
19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിന്ന് വന്നവരാണ് ആദ്യമായി ഇവയെ ന്യൂസിലൻഡിലേക്ക് കൊണ്ടുവരുന്നത്. തണുപ്പ് ആവശ്യമായ ഈ മത്സ്യങ്ങൾക്ക് ന്യൂസിലൻഡിലെ പ്രകൃതി വളരെയധികം ഇണങ്ങിയതാണ്. ഏകദേശം ഒരു 10 കിലോയോളം ഭാരം വരും ഒരു അഡൾട്ട് ട്രൗട്ടിന്. വ്യത്യസ്തമായ ആ ട്രൗട്ട് മത്സ്യങ്ങളുടെ കാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പാർക്കിനുള്ളിലേക്ക് നടന്നു. മുന്നോട്ട് നടന്ന് ഞങ്ങൾ കണ്ടത് ചെറിയ സൈസിലുള്ള കാങ്കരൂസിനെയായിരുന്നു. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് നല്ല മയക്കത്തിലായിരുന്നു എല്ലാവരും. വീണ്ടും നടന്ന് ഞങ്ങൾ ഒരു റെയിൻ ഫോറസ്റ്റ് സെക്ഷനിലെത്തി. മമാക്കോ എന്നു പേരുള്ള ഫേൺ മരങ്ങളുടെ ഒരു ഫോറസ്റ്റ് ആയിരുന്നു അത്. കറുത്ത തടിയാണ് ഇവയ്ക്കുള്ള പ്രത്യേകത. പസഫിക് സമുദ്രത്തിൻ്റെ സൗത്ത് വെസ്റ്റ്, അതായത് ഫിജി, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലാണ് ഈ തരം മരങ്ങൾ കാണപ്പെടുന്നത്. അവിടെ തന്നെ പണ്ട് ബ്രിട്ടീഷ് ആർമി ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള ബോൾട്ട് ആക്ഷൻ റൈഫിളുകളും പ്രദർശിപ്പിച്ചിരിക്കുന്നതായി കണ്ടു. കളേഴ്സ് അഥവാ മാൻവേട്ടയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഒരു റൈഫിളായിരുന്നു ആ കണ്ടത്. ഏകദേശം 1 മണിക്കൂറോളം പിന്നിട്ട് പാർക്കിൻ്റെ പകുതിയോളം കാഴ്ചകൾ ഞങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞിരുന്നു. ഭക്ഷണക്കൊതിയന്മാരായ വിവിധയിനം ആടുകളെയാണ് അടുത്തതായി ഞങ്ങൾ കണ്ടത്. പാർക്കിൽ വരുന്നവരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി വേലിയുടെ അടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു എല്ലാവരും. അതിനുശേഷം ഞങ്ങൾ കണ്ടത് ഉറങ്ങിക്കിടക്കുന്ന ഒരു പാമ്പുമീൻ അഥവാ ഈലിനെയായിരുന്നു.
ന്യൂസിലൻഡിൽ ധാരാളമായി കാണുന്ന മറ്റൊരു ഇനം മത്സ്യമാണിത്. നേരത്തെ ഞാൻ മത്സ്യങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ന്യൂസിലൻഡിൽ ധാരാളമായി കാണപ്പെടുന്ന മറ്റൊരു മൃഗമാണ് ലാമകൾ. ഇവിടുത്തെ നേറ്റീവ് ബ്രീഡായ കുനി പന്നികളെയാണ് അടുത്തതായി ഞങ്ങൾ കണ്ടത്. മീറ്റിനായി ഫാം ചെയ്തു വരുന്നു ഈ തരം പന്നിവർഗത്തെ. കറുപ്പും വെളുപ്പും ബ്രൗണും കൂടി ചേർന്ന ഒരു കളറാണ് ഈ പന്നികൾക്കുള്ളത്. വളരെ രസമാണ് ഇവയെ കാണാൻ. അങ്ങനെ പാർക്കിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് വീണ്ടും പാർക്കിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിരുന്നു ഞങ്ങൾ. ലയൺ ഫീഡിംഗ് ഉടനെ തന്നെ തുടങ്ങും. പാർക്കിൻ്റെ മറ്റൊരു സൈഡിലാണ് ലയൺ ഫീഡിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ലയൺ പാർക്ക് ലക്ഷ്യമാക്കി ഞങ്ങൾ അങ്ങോട്ട് നടന്നു. ലയൺ പാർക്കിലെത്തിയ ഞങ്ങൾ അവിടെ 3 സിംഹത്തെ കണ്ടു. ഒരു ആൺസിംഹവും 2 പെൺസിംഹവുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സമയം ഏകദേശം 2:30 ആയപ്പോൾ പാർക്കിലെ സ്റ്റാഫ് ലയൺ ഫീഡിങ്ങിനായി എത്തി. വളരെ ആകാംക്ഷയോടുകൂടി ഞാനും പാർക്കിലുണ്ടായിരുന്ന മറ്റുള്ളവരും ആ സ്റ്റാഫിന് ചുറ്റും കൂടി. ഒരു വലിയ ട്രോളി നിറയെ ഇറച്ചിയുമായിട്ടായിരുന്നു സ്റ്റാഫ് വന്നത്. കൂട്ടിനു വെളിയിൽ നിന്നുകൊണ്ട് ഓരോ ഇറച്ചി കഷ്ണങ്ങളായി അകത്തോട്ട് എറിഞ്ഞു കൊടുക്കുന്നതായിരുന്നു ലയൺ ഫീഡിംഗ്. രസകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അത്.
of meat each per day. Maybe surprise here that our lion cubs are currently costing on about 6 people. Different meats. As I see, we've got beef today. സ്റ്റാഫ് പറഞ്ഞതനുസരിച്ച് എല്ലാ ദിവസവും 30 കിലോയോളം മീറ്റാണ് ഓരോ സിംഹവും കഴിക്കുന്നത്. ഇന്ന് ബീഫാണ് അതിന് കൊടുക്കുന്നത്. ചില ദിവസങ്ങളിൽ മുയലിറച്ചി, ആട്ടിറച്ചി എന്നിവയും അതിന് കൊടുക്കാറുണ്ട്. കൗതുകമാർന്ന കാഴ്ചകൾ കണ്ടതിനു ശേഷം പാർക്കിൽ നിന്ന് 3:30 ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ റെഡ്വുഡ് ട്രീ ഫോറസ്റ്റ് ആയിരുന്നു. പാർക്കിലെ ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെഡ്വുഡ് ട്രീസുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.